ഒക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ അതേതൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ദീനതാം ശ്വേതും ഗ്ലാനിം പാണ്ഡുതാം നാന്നകാമതാം കണ്ടൂരുത്കോടപിടക കുർവന്ത്യഗ്നിം ച തേ മൃദും. അപ്പോൾ ക്ഷീണമുണ്ടാക്കും, നീരുണ്ടാക്കും, തളർച്ച, പാണ്ഡുത്വം, രുചിക്ഷയം, ചൊറി, ഈ വട്ടപ്പുണ്ണ് പോലെയുള്ള അവസ്ഥകൾ, കുരു, അഗ്നിമാന്ദ്യം, ഇതൊക്കെയാണ് ഈ ഉപദ്രവങ്ങളായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയുകയാണ്. ഏവമന്യേപി ചഗത വ്യാവർത്തന്തേ പുനർഗത അനിർഘാതേന ദോഷാണാം അല്പേരപി അഹിതേർ നൃണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ദുഷിച്ച ദോഷം കൊണ്ടാണ് പനി വരുന്നത്. അപ്പോൾ ആ ദോഷത്തിൻ്റെ ദുഷിപ്പ് മാറ്റാതെ നമ്മൾ പനിയെ മാറ്റാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ തൽക്കാലം അസുഖം മാറുണ്ടാവും, പക്ഷേ ഒരു അപത്യം ശീലിച്ചു കഴിഞ്ഞാൽ ആ രോഗം വീണ്ടും ആവർത്തിച്ചു വരും. അപ്പോൾ ഇതാണ് ഈ പ്രത്യാവർത്തി അല്ലെങ്കിൽ പുനരാവർത്തി ജ്വരം എന്ന് പറയുന്നത്. അപ്പോൾ ജ്വരത്തിന് മാത്രമല്ല ഏത് രോഗങ്ങൾക്കും ഇത് സംഭവിക്കാം. അപ്പോൾ അടുത്ത വരിയുള്ള ശ്ലോകങ്ങൾ ഒറ്റയടിക്ക് വായിക്കുകയാണ്. നിവൃത്തേയപി ജ്വരേ തസ്മാത് യഥാവസ്ഥം യഥാബലം യഥാപ്രാണം ഹരേദോഷം പ്രയോഗീർവ ശമം നയേത് മൃദുപി ശോധനൈ ശുദ്ധി യാവന ബസ്തയോഹിത ഹിതാശ്ച ലാഘവോ യൂഷ ജാങ്കല വിഷജാരസ അഭ്യംഗ ഉദ്വർത്തന സ്നാന ധൂപന അഞ്ജനാനി ച ഹിതാനി പുനരാവൃത്തേ ജ്വരേ തിക്തഗൃധാനി ച ഗുർവഭിഷ്യന്ത സാത്മ്യാനാം ഭോജനാത് പുനരാഗതേ ലംഘന ഉഷ്ണ അപചരാദി ക്രമ കാര്യശ്ച പൂർവവത് കിരാതതിക്തകം തിക്ത മുസ്തം പർപ്പടകോമൃത ഗ്രന്ഥിപീതാനി ചാഭ്യാസാത് പുനരാവർത്തകം ജ്വരം. അപ്പം ഇങ്ങനെ പുനരാവർത്തമായി വന്ന ജ്വരത്തിനെ നമ്മളെപ്പോഴും ആ ദോഷകോപത്തിൻ്റെ അവസ്ഥ നോക്കണം, രോഗിയുടെ ശരീരബലം നോക്കണം, പ്രാണവായുവിൻ്റെ ശക്തി നോക്കണം. ഇങ്ങനെയൊക്കെ നോക്കി ദോഷങ്ങളെ നമ്മൾ ശമിപ്പിക്കണം. ഇനിയിപ്പോൾ രോഗിക്ക് ശക്തി കുറവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ താങ്ങാനുള്ള ശരീരബലം പേഷ്യൻറ്റിനില്ലെങ്കിൽ നമ്മൾ കഷായപാനാദികളെ കൊണ്ടൊക്കെ തന്നെ ദോഷകോപത്തെ ശമിപ്പിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച്